ഈ ആസ്മ, അലർജി, തുമ്മലൊക്കെ ഉള്ള പിള്ളേരല്ലേ, ഈ മൂക്കിൽ ദശയൊക്കെ വളരുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ ഈ കരിഞ്ജീരകമാണ് ഈ കാണുന്നത്. എള്ള് പോലെ ആയിരിക്കും. ഇത് കരിഞ്ജീരകമാണ്. നമ്മുടെ അങ്ങാടി മരുന്ന് ഷോപ്പ് കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ മൂക്കടപ്പും രാത്രി മൂക്കിൽ ദശയൊക്കെ വളർന്നിട്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റാണ്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അതല്ലാതെ നമുക്കുണ്ടല്ലോ എണ്ണ ഉണ്ടാക്കി എടുക്കുവാനായിട്ടും നല്ലതാണ്. ഞാൻ കാണിച്ചു തരാം. 2-3 രീതിയിൽ ഇതിങ്ങനെ ഈ ആസ്മ, അലർജി, തുമ്മലൊക്കെ ഉള്ളവർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഉണ്ടല്ലോ ഒരു ചട്ടി എടുത്തിട്ട് ശരിക്കും വെള്ളമൊക്കെ വാഴ്ത്തി നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ കരിഞ്ജീരകം ഉണ്ടോ, ഒരു കുറച്ച് കരിഞ്ജീരകം അതായത് ഇതുപോലെ ഇട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഈ വറക്കുമ്പോൾ തന്നെ നമ്മൾ അടഞ്ഞ മൂക്കൊക്കെ ഉണ്ടെങ്കിൽ തുറന്നോളും. ഭയങ്കര ഒരു മണമാണ് ഇതിൻ്റെ, ഒരു ഗ്യാസ് മണമാണ്. നമ്മൾ ഈ വിക്സൊക്കെ എടുക്കുമ്പോൾ ഒരു മണമുണ്ട്, ഗ്യാസ് അതുപോലത്തെ ഒരു മണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നീർക്കെട്ടും ശരീരത്തിൽ വരുന്ന വേദനകൾ മാറാനായിട്ട് കരിഞ്ജീരകം വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇത്തിരി തുളസിയുടെ ഇല ഉണ്ടെങ്കിൽ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് എണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കിതൊന്ന് കിഴി കെട്ടിയിട്ട് നമുക്ക് ഈ വേദനകളൊക്കെ വരുമ്പം ആ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ ചൂട് പിടിക്കാനായിട്ട് നല്ലതാണ്. അപ്പം ഇത് കണ്ടോ, ഞാൻ ഒന്ന് വറുത്തെടുത്തപ്പോൾ തന്നെ ഈ പനിക്കൂർക്കയുടെ ഇലയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഞാനിപ്പം പനിക്കൂർക്കയുടെ ഇല അല്ല എടുത്തേക്കണേ, ചുമക്കൂർക്കയുടെ ഇല കേട്ടോ. അപ്പം നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ഇല എടുത്താൽ മതി. തുളസി ഇതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ. ഇതിങ്ങനെ നമുക്ക് കിഴി കെട്ടിയതിട്ടതിന് ശേഷം ഉണ്ടല്ലോ നമുക്കത് ഈ ഞാൻ പറഞ്ഞില്ല മേലെ നമുക്ക് ശരീരത്തിൽ മുട്ടുവേദനയോ അതുപോലെ തന്നെ കാലുവേദനയോ കൈവേദനയോ ഒക്കെ വരുമ്പം ഇതിങ്ങനെ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് നിന്ന് കൊട്ടണം. കൊട്ടിയെടുത്തതിന് ശേഷം കിഴി കെട്ടിയിട്ട് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ചൂട് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ നീർക്കെട്ടിൻ്റെതായ വേദന, നീരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് വലിയും. നിങ്ങൾക്ക് ഇനിയിപ്പം നല്ല മുട്ടുവേദനയൊക്കെ ആണെങ്കിൽ ഇത്തിരി വിക്സൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചൂട് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ മുട്ടുവേദന പമ്പ് എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വറുത്തെടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് എണ്ണയിലേക്ക് ഇടാനായിട്ട് എളുപ്പമാണ്. ഒന്ന് വറന്ന് വരുമല്ലോ, അതങ്ങനെ നമുക്കത് എണ്ണയിലേക്ക് ഞാൻ കാണിച്ചു തരാം. എണ്ണയിലേക്ക് ഇത് കാണിച്ചു തരാം. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ മൂക്കിൽ ദശ വളരുന്ന കുട്ടികൾ, രാത്രി ഇങ്ങനെ മൂക്കടഞ്ഞിട്ട് ഉറക്കം വരാതെയൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് കരിഞ്ജീരകം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ കരിഞ്ജീരകം മാത്രം ഇട്ട് വറക്കണം. എന്നിട്ട് കോട്ടൻ്റെ ടവലിലേക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് ഈ കുഞ്ഞു കിഴി പോലെ ഒന്ന് കെട്ടിയിട്ട് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി. അവരത് മണത്തോളും. അടഞ്ഞ മൂക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തുറക്കും. ഇത് നമ്മളിങ്ങനെ മണക്കുമ്പം ഒരു വിക്സിൻ്റെതായ രീതിയിലുള്ളതിൻ്റെ ഒരു ഗ്യാസ് ഉണ്ടാവും ഈ ഒരു കിഴിക്ക്. അപ്പം അടഞ്ഞ മൂക്ക് നല്ല രീതിയിൽ തന്നെ തുറക്കും. ഒരു മൂക്ക് അടച്ച് പിടിച്ചിട്ട് മറ്റേ മൂക്കിൽ കൂടെ ഒന്ന് വലിക്കട്ടോ. അപ്പം അടഞ്ഞ മൂക്ക് തുറക്കുകയും ചെയ്യും. ഈ മൂക്കിൽ ദശ വളരുന്ന ഇതുണ്ടല്ലോ, ദശ ചുരുങ്ങി പോകാൻ നല്ലതാണ്. അപ്പം ദശ ചുരുങ്ങി പോകുന്നത് മാത്രമല്ല നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടി മൂക്ക് കടഞ്ഞ് ദശ വളരുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. എൻ്റെ മോനുണ്ടായിരുന്നു, ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ അവനിങ്ങനെ മൂക്കിൽ ദശ വളർന്ന പണ്ടുണ്ടായിരുന്നു കുഞ്ഞാന സമയത്ത്. അപ്പം ഇങ്ങനെ ഞാൻ കിഴിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു രാത്രി മൂക്കടയ്ക്കുന്ന ടൈമിൽ. പെട്ടെന്ന് മൂക്ക് തുറക്കും. അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്, നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാട്ടോ പറഞ്ഞു തന്നെ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും മതി. അതിലേക്ക് നേരത്തെ ഒന്ന് വറുത്തെടുത്ത് വെച്ചില്ലേ തുളസിയുടെ ഇല ഞാനത് ചേർത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ തുളസിയുടെ ഇല, പനിക്കൂർക്കയുടെ ഇല, ഈ കരിഞ്ജീരകം കൂടി 3 കൂടെ വറുത്തിട്ട് പൊടിക്കണം. മിക്സിയിൽ ചേർന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് നിങ്ങൾ തേക്കുന്ന എണ്ണ കുട്ടികൾക്ക് തേക്കാൻ കൊടുക്കുന്ന തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ നല്ലെണ്ണയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നീർക്കിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ മൂക്കിൽ ദശ വളർന്നൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തോ പെട്ടെന്ന് ആ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് അത് അങ്ങനെ മൂക്കിൽ ദശ വളർന്നത് അതൊക്കെ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ മൂക്കിൽ ദശയൊക്കെ അങ്ങ് പൊക്കോളും. അപ്പം ഇതിങ്ങനെ ചെയ്ത് നോക്ക്. അപ്പോൾ താനേ അതൊക്കെ മാറിപ്പൊക്കോളൂ കേട്ടോ.